ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിടിലൻ രുചിയോടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ഇനി ഒരു പലഹാരം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും പിന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും കൂടെ ഒക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ട നല്ല പോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത് നമ്മൾക്കായാലും മക്കൾക്കായാലും ഒക്കെ തിന്നാനൊക്കെ മടിയാവുന്നൊരു സൈസ് പഴം ഉണ്ടാവുമല്ലോ, ആ ഒരു രൂപത്തിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. നല്ല പോലെ പഴുത്ത ഈ നേന്ത്രപ്പഴം നമുക്കും തൊലിയൊക്കെ കളഞ്ഞിട്ട് 4ആയിട്ട് കീറിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ കൂടുതൽ കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയും ചെയ്യാം. പിന്നെ നല്ല പോലെ പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുക്കുകയും വേണം. അപ്പോഴായിരിക്കും പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പവും നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഈ പഴമൊക്കെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിലേക്ക് 1-1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം നെയ്യിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ല പോലെ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ വാടിയിട്ടും കിട്ടും. നല്ലതുപോലെ പഴുത്ത പഴം എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഴുത്ത് ടേസ്റ്റ് ഒന്ന് മാറിപ്പോയ ആ ഒരു രൂപത്തിലുള്ള പഴം ആവുകയും ചെയ്യരുത്. അങ്ങനെ പഴമൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പിലും കൂടുതലായിട്ട് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയും പഴവും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പിന്നെ തേങ്ങ ചിരകിയത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ തേങ്ങ ചിരകിയതും പഴവും കൂടെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ല പോലെയൊക്കെ ഒന്ന് വാടി വരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒട്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി മധുരം കൂടുതലായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ മധുരം നോക്കിയതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയം ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ പഴം നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ നന്നായിട്ട് തന്നെ പഴുത്ത പഴമായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനും പറ്റും. നല്ല പോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാവുകയും ചെയ്യും. നല്ല പോലെ പഴവും തേങ്ങയും എല്ലാം വാട്ടിയെടുത്ത് നന്നായിട്ട് മിക്സാക്കി ഉടച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 7-8 ടേബിൾ സ്പൂൺ വരെയൊക്കെ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല, ഏത് റവയായാലും കുഴപ്പമില്ല. നമുക്ക് റവ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പത്തിനും കട്ടിക്കും ഒക്കെ അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന റവയുടെ അളവിലും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. പിന്നെ ഈ റവയുടെ അളവ് ഒന്ന് കൂടിപ്പോയി എന്ന് കരുതിയിട്ട് പലഹാരം കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് കുറയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തോളണമെന്നൊന്നുമില്ല. റവയുടെ അളവൊന്ന് കൂടിപ്പോയി എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല. അങ്ങനെ റവയൊക്കെ ചേർത്ത് ഈ പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കും തന്നെ നമുക്ക് തവി വെച്ചിട്ട് നല്ല പോലെ റവ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല പോലെ യോജിപ്പിച്ച് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഈ പഴത്തിൻ്റെ കൂട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് അല്പം ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിലാവുമ്പോൾ നമുക്കിതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം നല്ല പോലെ ഉടച്ചെടുത്തെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് പഴുക്കാത്ത പഴമാണെങ്കിലും നന്നായിട്ട് ഉടച്ചെടുക്കാതിരുന്നാലൊന്നും നമുക്ക് ഈ രൂപത്തിലാക്കി എടുക്കാം, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് കൈ വെച്ച് നല്ല പോലെ കുഴച്ചെടുത്ത് ഡോ ആക്കി റെഡിയാക്കി എടുത്തെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പലഹാരത്തിനായിട്ട് എടുക്കുന്ന പഴം നല്ല പോലെ പഴുത്ത പഴമായിരിക്കുകയും വേണം. പഴം വഴറ്റിയെടുക്കുമ്പോൾ തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കുകയും വേണം. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പലഹാരം ഡോ ഒന്നും തയ്യാറാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ നല്ല പോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പലഹാരം ഫ്രൈ ആക്കി എടുക്കാനായിട്ടുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ചതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ പലഹാരം ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ഇളക്കിയും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി. കുറച്ചൊരു സമയം വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കുകയും ചെയ്യാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം അങ്ങോട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കൂടുതൽ സമയം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ അതെല്ലാം തന്നെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത പഴം നമ്മളിൽ പലരുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മളങ്ങനെ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ കൂടുതൽ മെനക്കേടൊന്നുമില്ലാതെ തന്നെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള പഴം കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ അതവിടെ ഇതെല്ലാം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.